നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പട്ടാമ്പി കുളപ്പുള്ളി പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായി IPT കോളേജ് മുതൽ വാടാനാംകുറിശി പരുത്തിപ്ര റോഡ് വരെയുള്ള രണ്ടാംഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാകുന്നു. പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. ഇന്ന് അർദ്ധരാത്രിക്ക് ശേഷം പാത ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. പട്ടാമ്പി ഷൊർണൂർ പാതയുടെ നവീകരണത്തിന്റെ ഭാഗമായുള്ള റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കുളപ്പുള്ളി IPTN GPT കോളേജ് മുതൽ വാടാനംകുറിശി പരുത്തിപ്ര റോഡ് വരെയുള്ള ഭാഗത്തെ രണ്ടാംഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികളാണ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചത്. ഈ പാതയിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയാണ് രണ്ടാംഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കുന്നത്. റബ്ബറൈസിംഗ് പ്രവൃത്തികൾ പൂർത്തിയാക്കി ഇന്ന് അർദ്ധരാത്രിയോടെ പാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കും. മാസങ്ങൾക്ക് മുമ്പാണ് ആദ്യഘട്ട റബ്ബറൈസിംഗ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. പട്ടാമ്പി നിളാശുപത്രി മുതൽ ഷൊർണൂർ IPTN GPT കോളേജ് വരെയുള്ള 11.400 കിലോമീറ്റർ പാതയാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചും പാതയോരത്തെ മരങ്ങൾ മുറിച്ചുമാറ്റിയുമെല്ലാമുള്ള നവീകരണ പ്രവൃത്തികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നവീകരണ പ്രവൃത്തികൾ. 85 കോടിയോളം രൂപ ചെലവഴിച്ചാണ് റോഡ് നവീകരണം. കുടിവെള്ള പദ്ധതികളുടെ ലൈനുകൾ മാറ്റിയും വൈദ്യുതി ലൈനുകൾ റോഡിൽ നിന്നും ഒഴിവാക്കിയുമുള്ള പ്രവൃത്തികളാണ് ഇവിടെ നടപ്പാക്കുന്നത്. വാടാനംകുറിശി റെയിൽവേ ഗേറ്റ് മുതൽ പോക്കുപ്പടി വരെയുള്ള ഭാഗത്തെ നവീകരണ പ്രവൃത്തികളും ഇതോടൊപ്പം പുരോഗമിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ കുളപ്പുള്ളി IPT കോളേജ് മുതൽ ഓങ്ങല്ലൂർ വരെയുള്ള ഭാഗത്തെ നവീകരണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. പട്ടാമ്പി കീഴായൂരിൽ അഴുക്കുചാൽ നിർമ്മാണം പാതി വഴിയിൽ നിലച്ചു. പ്രദേശവാസികൾക്ക് ഗുണകരമല്ലാത്ത രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികൾക്കെതിരെ നാട്ടുകാർ രംഗത്ത് വന്നതോടെയാണ് നിർമ്മാണം നിർത്തിവെച്ചത്. എന്നാൽ പ്രശ്നങ്ങൾ പരിഹരിച്ച നിർമ്മാണം പുനരാരംഭിക്കാൻ നടപടിയായില്ല. ഇതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഒരു മഴ പെയ്താൽ പട്ടാമ്പി നഗരസഭയിലെ 14-ാം വാർഡിലെ കീഴായൂർ ഭാഗത്തുള്ള വേലായുധംപടി റോഡിന്റെ അവസ്ഥയാണ് ഇത്. മഴവെള്ളം തോടിലൂടെ പോകുന്നതിന് പകരം റോഡിൽ കെട്ടിനിൽക്കും. ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നത് ഇവിടുത്തെ കുടുംബങ്ങളുടെ ഏറെക്കാലത്തെ ആവശ്യമായിരുന്നു. ഒടുവിൽ ഇവിടെ അഴുക്കുചാൽ നിർമ്മിക്കുവാൻ പട്ടാമ്പി നഗരസഭ ഫണ്ട് അനുവദിക്കുകയും ചെയ്തു. താഴ്ന്ന പ്രദേശമായതിനാൽ മഴക്കാലത്ത് പ്രധാന റോഡിൽ നിന്നുമുള്ള വെള്ളം മുഴുവനും ഒഴുകിയെത്തുന്നത് ഈ റോഡിലൂടെയുള്ള യാത്രയെ ദുഷ്കരമാക്കിയിരുന്നു. കുട്ടികൾ ഉൾപ്പെടെയുള്ള 20-ലേറെ കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഇവരുടെ ഏക സഞ്ചാരമാർഗവും ഈ പാതയാണ്. ഇതിന് പരിഹാരമായാണ് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അഴുക്കുചാൽ നിർമ്മാണം ആരംഭിച്ചത്. 200 മീറ്റർ മാറി റോഡിന് കുറുകെ ഉണ്ടായിരുന്ന ഡ്രെയിനേജിലേക്ക് ബന്ധിപ്പിക്കാവുന്ന തരത്തിലായിരുന്നു പുതിയ അഴുക്കുചാൽ നിർമ്മാണം. എന്നാൽ പണി ആരംഭിച്ചതോടെ വാർഡിലെ ഒരു കുടുംബത്തിന് മാത്രം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള നിർമ്മാണ പ്രവൃത്തികളാണ് ഇവിടെ നടപ്പാക്കുന്നതെന്നാരോപിച്ച് പ്രദേശവാസികൾ രംഗത്ത് വന്നു. മാത്രമല്ല നിർമ്മാണ പ്രവൃത്തികൾ തടയുകയും ചെയ്തു. ഇതോടെ ബന്ധപ്പെട്ടവർ നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെക്കുകയായിരുന്നു. എന്നാൽ നാട്ടുകാരുടെ പ്രശ്നങ്ങൾ പരിശോധിക്കുവാനോ പരിഹരിക്കുവാനോ അധികൃതർ തയ്യാറായില്ലെന്നാണ് ഇവിടുത്തുകാരുടെ പരാതി. ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ മെമ്പർ പറഞ്ഞിരുന്നത് നമ്മളെ അതിൽ കൂടെയാണ് മഴവെള്ളം ഒഴുകി വരുന്നത്. അപ്പോൾ അതുവഴി വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഈ ചാലുകൂടെയാണ് പോയിരുന്നത്. അപ്പോൾ ഒരുപാട് വെള്ളം നല്ല ഉയരത്തിലാണ് വന്നിരുന്നത്. ആ ഭാഗത്ത് നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ നിന്നാണ് നമ്മളൊരു കനാല് പോലെ ഇങ്ങനെ ഒരു ചാല് പോലെ ഇങ്ങനെ ആക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നത് മെമ്പർ സ്റ്റാർട്ടിങ്ങിൽ. പക്ഷെ പണി തുടങ്ങിയപ്പോൾ ഇവിടെ ഇത്രയും വലുപ്പത്തിൽ കയറി, അതിനുശേഷം അവിടെയും കയറി. അവിടെ കയറേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അത് നമ്മുടെ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ ചാല് കയറി കൊടുത്തു. എന്നിട്ട് അതുവരെ പണിയുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരെ മഴക്കാലം വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് വെള്ളം വന്നിട്ട് ഇവിടെയുള്ള ആൾക്കാർക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതിനെതിരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ട് ഈ വഴി നേരാക്കണം എന്നുള്ളത് ഞങ്ങൾ പ്രധാനമായിട്ടും പറഞ്ഞത്. പക്ഷേ ഇവിടുത്തെ കൗൺസിലർ അയാളുടെ ഒരു വ്യക്തി താല്പര്യത്തിനനുസരിച്ചിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നത്. ഒരു സ്വകാര്യ വ്യക്തിയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ട് അയാൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് സംസാരിക്കുന്നത്. ഇവിടെ ഗവൺമെന്റ് ഓഫീസേഴ്സ് എസ്റ്റിമേറ്റ് എടുക്കാനും എന്തിനു വരുമ്പോൾ ഞങ്ങൾ ഒരാളെയും വിളിക്കാതെയും ആ വ്യക്തിയെ മാത്രം അറിയിച്ചുകൊണ്ടാണ് ഗവൺമെന്റ് ഓഫീസേഴ്സ് വന്നിരിക്കുന്നത്. അവർ വരുന്ന സമയത്ത്
ഓഫീസേഴ്സ് കേൾക്കുന്നത് ആ വ്യക്തിയുടെ ഭാഗം മാത്രമാണ്. ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത് ഓഫീസേഴ്സ് അറിയുന്നില്ല. അതിന് പ്രധാനമായിട്ട് കാരണം ഈ കൗൺസിലറാണ്. കൗൺസിലർ വ്യക്തിപരമായിട്ടാണ് കാര്യങ്ങൾ ഇതിനെ മുന്നോട്ട് പോകുന്നത്. നേരത്തെ 7 ലക്ഷം രൂപ ഇവിടെ നിർമ്മാണ പ്രവൃത്തികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരെ അധികൃതർ അറിയിച്ചിരുന്നത്. എന്നാൽ പണി തുടങ്ങിയപ്പോഴാണ് 4 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ എന്നും ഇത്ര പ്രവൃത്തികളെ നടപ്പാക്കാൻ കഴിയുകയുള്ളൂ എന്നും അധികൃതർ വിശദീകരിച്ചത്. ഇതെല്ലാം നാട്ടുകാരിൽ സംശയത്തിന് ഇടവരുത്തി. അതുകൊണ്ട് തന്നെയാണ് നിർമ്മാണ പ്രവൃത്തികൾ തടഞ്ഞുവെച്ചത്. കേവലം ഒരു സ്വകാര്യ വ്യക്തിക്ക് വേണ്ടി മാത്രമുള്ള നിർമ്മാണ പ്രവൃത്തികൾ ഇവിടെ അനുവദിക്കില്ലെന്നാണ് പ്രദേശവാസികൾ വ്യക്തമാക്കിയത്. അതേസമയം നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അഴുക്കുചാൽ നിർമ്മാണം പുനരാരംഭിക്കണമെന്നാണ് ഇവിടുത്തുകാരുടെ ആവശ്യം. നഗരസഭ ചെയർപേഴ്സണും സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയെങ്കിലും അനുകൂലമായ നടപടി ഉണ്ടായില്ലെന്നും ഇവിടുത്തുകാർ ആരോപിക്കുന്നു. നമ്മളിവിടെ ഇത് ചെയ്യണതിന്റെ മുന്നേ തന്നെ ഒരുപാട് മീറ്റിംഗ് കൂടിയതാണ്. അപ്പോൾ പറഞ്ഞത് 7 ലക്ഷമാണ് ഇതിന് ഫണ്ട് അനുവദിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നത് നമ്മളോട് 4 ലക്ഷം വരെ ഉള്ളൂ എന്നാണ്. പിന്നെ അതുപോലെ തന്നെ അവിടുന്ന് സ്റ്റാർട്ടിങ് മുതൽ തന്നെ പണി തുടങ്ങുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പറയുന്നത് ഞങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി പറയുകയാണ്. അതൊരു വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഏകപക്ഷീയമായിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നതാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അത് ഞങ്ങൾ ഒരുപാട് തവണ ഇത് ഞങ്ങളുടെ അവസ്ഥ പറഞ്ഞിട്ടും അവരിങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ, അതായത് മെമ്പറും കൗൺസിലറൊക്കെ ഇങ്ങനെ തന്നെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പിടിവാശിയിലാണ് അവർ നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ റോഡൊക്കെ പൊളിച്ചിട്ടുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടും പോവില്ല, വണ്ടി ഇങ്ങോട്ടും വരില്ല. അപ്പോൾ ഇനിയിപ്പോൾ മഴക്കാലം വരാൻ പോവാണ്, അതുപോലെ തന്നെ നടക്കാനും പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ മുനിസിപ്പാലിറ്റിയിലൊക്കെ പരാതി കൊടുത്തിട്ടും അവരൊന്നും അങ്ങോട്ട് പ്രത്യേകിച്ച് ഒരു പരിഹാരമായിട്ടൊന്നും പറയുന്നില്ല. സെക്രട്ടറി തലത്തിലും വിവിധ കൗൺസിലേഴ്സും ചെയർമാനോടൊക്കെ ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചു. പക്ഷേ ഇതുവരെ 1 മാസം കഴിഞ്ഞിട്ടും ഇവർ പ്രധാനമായിട്ടൊരു തീരുമാനം ഇതുവരെ എത്തിച്ചിട്ടില്ല. ഞങ്ങളെ ഇതുവരെ അറിയിക്കുകയും ചെയ്തിട്ടില്ല. പക്ഷെ അതിനെതിരെയാണ് ഞങ്ങൾ പ്രധാനമായിട്ടും ഇപ്പോൾ ലാസ്റ്റ് തലത്തിൽ ഞങ്ങളിപ്പോൾ ഇതിൽ ഞങ്ങൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെന്റിന്റെ ഫണ്ട് വേറൊരു വ്യക്തിക്കുമായിട്ട് ഉപയോഗിക്കരുത്. ആ ഫണ്ട് എങ്ങനെയാണ് ഞങ്ങളോട് തുടക്കം പറഞ്ഞിരുന്നത് 7 ലക്ഷം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 7 ലക്ഷത്തിനാകുമ്പോൾ ഇതിന്റെ ഫുൾ പണി കഴിക്കാനുള്ള ഉണ്ടായിരുന്നു. ഇപ്പം നിലവിൽ അത് ഒരു പറയുന്നത് അത് 4 ലക്ഷമേ ഉള്ളൂ. രണ്ട് ഫണ്ടായിട്ടാണ് അന്ന് പറഞ്ഞത്. 4, 3, 2 ഫണ്ടായിട്ട് 7 ലക്ഷം ഉണ്ടാകുന്നതാണ് അന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ നിലവിൽ അതിപ്പോൾ 4 ലക്ഷം ഉള്ളൂ. ഇനി അതിൽ ചെയ്യാനേ പറ്റുള്ളൂ എന്നുള്ളതാണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അടുത്ത വർഷക്കാലമാകുമ്പോഴേക്കും ഇവിടുത്തെ പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ആലത്തൂർ പാർലമെന്റ് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന്റെ ചേലക്കര നിയോജക മണ്ഡലത്തിലെ 3ാം ഘട്ട പര്യടനത്തിന്റെ ഭാഗമായി വിവിധ സ്ഥലങ്ങളിൽ പര്യടനം നടത്തി. രാവിലെ 8 മണിക്ക് മുള്ളൂർക്കര ആറ്റൂർ മനപ്പടി സെന്ററിൽ നിന്നും പര്യടന പരിപാടികൾ ആരംഭിച്ചു. AICC ജനറൽ സെക്രട്ടറി PV മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ആലത്തൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി UDF ചെയർമാൻ A തങ്കപ്പൻ അധ്യക്ഷത വഹിച്ചു. UDF നേതാക്കളായ PM അമീർ, ബാബുരാജ്, രാജേന്ദ്രൻ അരങ്ങത്ത്, MP കുഞ്ഞിക്കോയത്തങ്ങൾ, E വേണുമേനോൻ, TK സൈദലവി, PM അനീഷ്, നിർമ്മല T, PI ഷാനവാസ്, NS വർഗീസ്, KMA ബഷീർ, ജയശ്രീ, ഐഷ ഉമർ, TM കൃഷ്ണൻ, ബാബു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കാണുകയും അവരുടെ അനുഗ്രഹങ്ങൾ നേടിക്കുകയും ആശീർവാദങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് വളരെ ചിട്ടയോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി ജാഥയുടെ ക്രമം നടത്തിയിരുന്നു. ജനങ്ങളാണ് ഇന്ന് രമ്യ ഹരിദാസ് ജനങ്ങളും കൊണ്ടുപോയിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ 2 ലക്ഷത്തിൽ അധികം വോട്ടുകളിൽ രമ്യ ഹരിദാസ് ജയിക്കും, ഇത് ഉറപ്പാണ്. ചേലക്കര നിയോജക മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ ചെറുതുരുത്തി ഹയർ സെക്കൻഡറി സ്കൂളിൽ എത്തിച്ചു. ഇനിയുള്ള 20 ദിവസം സ്കൂളും പരിസരവും കനത്ത സുരക്ഷയിലായിരിക്കും. ഏപ്രിൽ 26 നടക്കുന്ന ആലത്തൂർ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചേലക്കര നിയോജക മണ്ഡലത്തിലേക്ക് ആവശ്യമുള്ള VVPAT മെഷീൻ അടക്കമുള്ള സാമഗ്രികൾ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സൂക്ഷിക്കുന്നത്. ഉപകരണങ്ങൾ കഴിഞ്ഞ ദിവസം 2 വാഹനങ്ങളിലായി എത്തിച്ചു. 21B, 21C എന്നീ ക്രമങ്ങളായി 177 ബൂത്തിലേക്കുള്ള 230 VVPAT ആണ് ഉള്ളത്. ARO MA ആശയുടെയും സംഘത്തിൻ്റെയും നേതൃത്വത്തിലാണ് സാമഗ്രികൾ സൂക്ഷിക്കുന്നത്. ബോംബ് സ്ക്വാഡിൻ്റെയും പ്രത്യേകം പരിശീലനം ലഭിച്ച നായ്ക്കളുടെയും പോലീസിൻ്റെയും പ്രത്യേക പരിശോധനയ്ക്ക് ശേഷമാണ് സാമഗ്രികൾ എത്തിച്ചത്. തുടർന്ന് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി പ്രത്യേകം സജ്ജമാക്കിയ മുറിയിൽ സൂക്ഷിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശത്തിനനുസരിച്ച് സ്ഥാനാർത്ഥികളുടെ പേരുൾപ്പെടുത്തി മെഷീനുകൾ സെറ്റ് ചെയ്യും. പിന്നീട് ഏപ്രിൽ 25 രാവിലെ വിവിധ പ്രദേശങ്ങളിലെ ബൂത്തുകളിലേക്ക് വിതരണം ചെയ്യും. CCTV ന്യൂസ് തളി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. CCTVയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് CCTVയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സ്ആപ്പ് നമ്പർ
89 43 35 14 00. മെയിൽ ID cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. CCTV, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ അപകടം. ചെറുതുരുത്തി വള്ളത്തോൾ മ്യൂസിയത്തിന് മുന്നിലാണ് അപകടമുണ്ടായത്. മുന്നിൽ പോകുകയായിരുന്ന ബസ് പെട്ടെന്ന് ബ്രേക്കിട്ടതിനെ തുടർന്ന് തൊട്ടുപുറകിലുണ്ടായിരുന്ന മിനി ലോറി നിർത്തുകയും ഇതിന് പിന്നിലായിരുന്ന സ്വകാര്യ ബസ് ഇടിച്ചു കയറുകയുമായിരുന്നു. ബസിന്റെ ചില്ല് പൂർണ്ണമായും തകർന്നു. പ്രസിദ്ധമായ മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേലയും ഇടപ്പൂരവും ആഘോഷിച്ചു. 2 കാളവേലയും പൂരവും ആഘോഷിക്കുന്ന അപൂർവ ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രം. 50ഓളം ഇണക്കാളകളുടെ ചാരുതയിലായിരുന്നു ചെറിയ കാളവേലാഘോഷം. വെള്ളുവനാട്ടിൽ 2 കാളവേലയും 2 പൂരവും ആഘോഷിക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മുളയൻകാവ് ഭഗവതി ക്ഷേത്രം. മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ചെറിയ കാളവേലയും ഇടപ്പൂരവും ആഘോഷിച്ചു. ഇണക്കാളകളുടെ ചാരുതയിലായിരുന്നു മുളയൻകാവിലെ ചെറിയ കാളവേല ആഘോഷം. വിവിധ തട്ടകങ്ങളിൽ നിന്നുമായി 50ലധികം ഇണക്കാളകളാണ് ചെറിയ കാളവേലയിൽ അണിനിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി 10 മണിയോടെയാണ് വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ഇണക്കാളകൾ മുളയൻകാവിലേക്ക് എത്തിത്തുടങ്ങിയത്. രാത്രി 1 മണിയോടെ കാളപ്രദക്ഷിണം ആരംഭിച്ചു. പാണ്ടിമേളം അകമ്പടിയേകി. തുടർന്ന് കാളയിറക്കവും നടന്നു. ഇത്തവണ പരിയാനം പറ്റത്തറ ദേശത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ചെറിയ കാളവേലയും ദേശപ്പൂരവും ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിലെ ഇടപ്പൂരം ഞായറാഴ്ച ആഘോഷിച്ചു. ഉച്ചയ്ക്ക് സന്ധ്യാവേലയ്ക്ക് വിളക്ക് വെക്കലിന് ശേഷം തായമ്പുക, കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, താലനിരത്തൽ, തേർ എഴുന്നള്ളിപ്പ്, പഞ്ചവാദ്യം, മേളം, വെളിച്ചപ്പാടുമാരുടെ നൃത്തം എന്നിവയും ഉണ്ടായിരുന്നു. മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ വലിയ കാളവേല മെയ് 11 നടത്തുക. മെയ് 12 പൂരം. ചെറുതുരുത്തി കോഴിമാംപറമ്പ് ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി. പൊങ്കാല മഹോത്സവത്തിന് 100 കണക്കിന് സ്ത്രീകൾ രാവിലെ മുതൽ തന്നെ എത്തിയിരുന്നു. ക്ഷേത്രാങ്കണത്തിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ അടുപ്പിലേക്ക് ക്ഷേത്ര പൂജകൾക്ക് ശേഷം ഗുരുവായൂർ മുൻ മേൽശാന്തി ബ്രഹ്മശ്രീ തീയന്നൂർ കൃഷ്ണചന്ദ്രൻ പണ്ടാര അടുപ്പിലേക്ക് തീ പകർന്നതോടെ പൊങ്കാല മഹോത്സവത്തിന് തുടക്കമായി. പൊങ്കാലയ്ക്ക് ആവശ്യമായ എല്ലാവിധ സാധനങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ക്ഷേത്രം ട്രസ്റ്റി മണ്ണായ്മന നാരായണൻ നമ്പൂതിരിപ്പാടും ക്ഷേത്രം മേൽശാന്തി പുത്തിലത്ത് നാരായണൻ എമ്പ്രാന്തിരിയും നേതൃത്വം നൽകി. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.